ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട് 1 മീറ്റർ സാറ്റിൻ സിൽക്കും മെയിൻ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ വർക്ക് ചെയ്ത നെറ്റിലുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതും 1 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിലൊന്ന് അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. തുണി 4ആയിട്ട് മടക്കാം. 4ആയിട്ട് മടക്കുമ്പോൾ നമ്മൾ ഒപ്പമായിട്ട് മടക്കിയെടുക്കാതെ നമുക്ക് ഇതേപോലെ ആവശ്യത്തിനുള്ള വീതിക്ക് മാത്രം എടുത്തിട്ട് മടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള തുണി പീസായിട്ട് കിട്ടാതെ ഒറ്റ പീസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സ്ലീവിനും മറ്റിനൊക്കെ എടുക്കാനായിട്ട് യൂസ്ഫുള്ളായിരിക്കും. അതിപ്പോൾ ഇത് കട്ട് ചെയ്യാനെന്ന് മാത്രമല്ല കേട്ടോ, ഏത് ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ രീതിയിൽ മടക്കിയെടുക്കുക. നമുക്ക് തുണിയുടെ മുകൾ ഭാഗത്ത് ഒരു മാർജിൻ ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീതിയുള്ള തേരാണ്, അപ്പോൾ ആ തേര് ഭാഗം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തുണി ഒന്ന് ഒരേ ലെവലിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു മാർജിൻ ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ലൈനിൽ ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഫുള്ള് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6.5-ൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പോയിൻ്റിൽ നിന്ന് നമുക്ക് താഴേക്ക് കൈക്കുഴിയുടെ നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 6.5 ഇഞ്ച് തന്നെയാണ് ഞാൻ കൈക്കുഴിയുടെ നീളം മാർക്ക് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മൊത്തം 7 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-ൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കതൊരു 8.5 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി തയ്യൽ തുമ്പായിട്ടൊരു 1.5 ഇഞ്ചും കൂടി ഒന്ന് നീട്ടി എക്സ്ട്രാ വരച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു 11 ഇഞ്ച് താഴ്ത്തിയിട്ട് ഷേപ്പ് ലെങ്ത്തിന് ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അവിടെ നിന്നൊരു മുകളിലേക്ക് 1 ഇഞ്ചും കൂടി കയറ്റിയിട്ട് 10 ഇഞ്ചിലും കൂടി നമുക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുമ്പോൾ ടോപ്പ് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു എക്സ്ട്രാ ലൈനും കൂടി നമ്മൾ വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈനിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 4-ൽ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തിലും 11 ഇഞ്ച് ലെങ്ത്തിലും ഓരോ ലൈൻ വരച്ച് കൊടുത്തില്ല. ഈ 2 ലൈനിലും നമ്മൾ ഈ സെയിം 8.25 തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രോപ്പ് ടോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ ഭയങ്കര ഷേപ്പിൽ കുഴിച്ചെടുക്കാതെ ഇങ്ങനെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ചെരിവേ വരാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 2 വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, ഒന്ന് വേസ്റ്റും ഒന്ന് ബസ്റ്റുമാണ്. അത് മാത്രമല്ല നമ്മൾ ബസ്റ്റ് പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ നെക്ക് ഇങ്ങനെ മുകളിലോട്ട് കയറി പോവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് നിൽക്കുകയും ചെയ്യും. നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 15 ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് 16.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ലൈനിൽ ടോപ്പിൻ്റെ താഴത്തെ ലൂസ് ഉണ്ടല്ലോ, ആ ലൂസ് ഒരു 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് വേണ്ട അളവാണ്, നമ്മൾ അതായത് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നീക്കിയിട്ട് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈക്കുഴിയുടെ സെൻറ്ററിൽ ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റിൽ നിന്നേ വരച്ചെടുക്കരുത് കൈക്കുഴി. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്ര വരെയാണ് കൈക്കുഴിയുടെ നീളം. ഇത് തയ്യൽ തുമ്പാണ്. അപ്പോൾ നമ്മൾ ഈ സെയിം കൊടുത്ത തയ്യൽ തുമ്പ് തന്നെ വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യൂലേ, അപ്പോൾ സ്ലീവിൻ്റെ തയ്യൽ തുമ്പും കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോളും ഈ പോയിൻറ്റിലേക്ക് തന്നെ വേണം നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ ഈ ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. കഴുത്തിറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കഴുത്തകലവും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ബോക്സ് വരച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് നെക്ക് വരച്ചെടുക്കാം. ഇപ്പം ലൈനിങ്ങിൽ നമ്മൾ ക്രോപ്പ് ടോപ്പിന് വേണ്ട എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഈ മാർക്കിങ്ങിലൂടെ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ ഈ 2 പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമുക്ക് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ക്യാൻവാസ് വെക്കാതെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ മാർക്കിങ് ലൈനിങ്ങിൽ നമ്മൾ വരച്ചില്ലേ, അതിനെ അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് മാർക്കിങ് ആക്കി കൊടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതേപോലെ ഒന്ന് നിവർത്തിയ ശേഷം ഈ മാർക്കിംഗ് ഉള്ള ഈ ഭാഗത്തേക്ക് ലൈനിങ് ഒന്ന് ഒപ്പം മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മാർക്കിങ് ഇതിലേക്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ മാർക്കിങ് ഇതുപോലെ ഒന്ന് തെളിച്ച് വരച്ച് കൊടുക്കുക. ചോക്ക് കൊണ്ട് വരച്ച മാർക്കിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാകുമ്പോഴത്തേക്കൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചോക്ക് കൊണ്ട് വരച്ച ആ കറക്റ്റ് ലൈനിൻ്റെ മുകളിൽ കൂടി വേറൊരു കളറ് നൂലിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കും ഈ ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നെക്കും താഴത്തെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ നമുക്ക് ഈ സ്കാലപ്പ് ചെയ്തിട്ടില്ലേ, ആ സ്കാലപ്പ് ചെയ്തതിൻ്റെ കറക്റ്റ് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു മെറ്റീരിയലിൽ നെറ്റിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ അറ്റം വരെ അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസിൽ കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഈ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത മാർക്കിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് മുകളിൽ കൂടി നമുക്ക് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ വെച്ചിട്ടൊന്ന് നമുക്ക് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിലൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. നമുക്ക് ഈ സ്കാലപ്പ് ചെയ്ത ഓരോ കോർണറിലും ഇതേപോലെ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ മുകൾ ഭാഗത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കി നെക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നെക്കിൽ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ മറിച്ചിട്ടെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ഫ്രണ്ടിലെ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി രണ്ടും കൂടിയും ഇതേപോലെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബോട്ട് നെക്കായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. രണ്ട് ഷോൾഡേഴ്സും ഇതേപോലെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിലത്തെ ലൈനിങ് ഉണ്ടല്ലോ, ബാക്കിലത്തെ ലൈനിങ്ങിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഒപ്പാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡേഴ്സും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ബാക്കിലത്തെ ലൈനിങ്ങിനെ ഇപ്പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ട. ഇനി ഈ ലൈനിങ്ങിനെ നമുക്ക് ഇതേപോലെ നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. ഈ രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യണത് അറിയാത്തവർ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഷോൾഡർ സീംലെസ് ആയിട്ട് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത ഷോൾഡർ ജോയിൻ ചെയ്യണ മാത്രമായിട്ട് വീഡിയോ ചെയ്യാം. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എന്നാലും ചിലപ്പോൾ ഓർക്കുള്ളൂ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണ കാര്യം. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മെയിൻ ഫാബ്രിക്കിൻ്റെ എക്സ്ട്രാ ലൈനിങ്ങിനേക്കാളും കൂടുതലായിട്ട് തള്ളി നിൽക്കുന്ന ഇതുണ്ടല്ലോ, അത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ലൈനിങ്ങിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തുണി കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തിടാൻ പറഞ്ഞത്. ഇനി നമുക്കിതിൽ സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടോ, റൗണ്ട് ഭാഗമായിട്ട് കുറച്ച് ഇല്ലാത്തത്. ഇത് നമ്മൾ കോൾഡ് സ്ലീവാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവ് എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്, കട്ട് ചെയ്യണത്, സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിടാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. വെറൈറ്റി സ്ലീവ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന കാരണം കൊണ്ടാണ് ഇതിൽ എല്ലാതും കൂടെ ആയിട്ട് ഉൾപ്പെടുത്താണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത് കേട്ടോ. ഈ രീതിയിൽ രണ്ട് സൈഡിലെ സ്ലീവും ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈൻ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. അപ്പോൾ ഈ ടോപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ.